ഹായ്, വെൽക്കം ടു ഫാമിലി ടെയിൽസ്. ഞാൻ രൂപേഷ്. അപ്പോൾ നമ്മുടെ യാത്ര വയനാട്ടിലെത്തി നിൽക്കുകയാണ്. നമ്മുടെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അതേപോലെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾക്കും സ്വാഗതം. അവരോട് പ്രത്യേകിച്ച് പറയാനുള്ളത് മുൻഭാഗങ്ങളൊക്കെ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളങ്ങനെ എത്തിയിട്ടുള്ളത് ബോച്ചെ 1000 ഏക്കറിലാണ്. ബോച്ചയുടെ നമ്മളെ 1000 ഏക്കറിലുള്ള റിസോർട്ടും അതേപോലെ ചായത്തോട്ടം ഒക്കെ. റിസോർട്ട് പല തരത്തിലുള്ള ടെൻറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ലോങ്ങിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അടുത്തു കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ തന്നെയാണ് കേട്ടോ നമ്മൾ ചൂരൽമല, ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയൊക്കെ അറിയുമല്ലോ, ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ് ഇത്. നമ്മൾ തൊള്ളായിരംകണ്ടിയിലേക്കാണ് പോകുന്നത്. തൊള്ളായിരംകണ്ടിയിലേക്കൊക്കെ പോകുന്ന ഈ ഒരു വഴിയിലാണ് കേട്ടോ. ഈ ഒരു വഴിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോച്ചയുടെ അവിടെ നിന്നാണ് നമ്മൾ പോത്തുംകാലും കാര്യങ്ങളൊക്കെ കഴിക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ബോച്ചയുടെ അവിടെ റെസ്റ്റോറൻറ്റിൽ കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. ബോച്ചയുടെ പാനീയവും അതേപോലെ ഫുഡും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് ബബിൾ ഹൗസുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ വരും ഭാഗങ്ങൾ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഒരുപാട് സിപ്പ് ലൈൻ അതേപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നടത്തുന്ന ഒരുപാട് ഏരിയകൾ ഈ ഒരു ഭാഗത്തുണ്ട്. ബോച്ചയുടെ ആ റിസോർട്ടിനകത്ത് തന്നെ 1000 ഏക്കറാണ്. അതിനകത്ത് തന്നെ ഒട്ടനവധി ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ അവിടെ കയറിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ തൊള്ളായിരംകണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തൊള്ളായിരംകണ്ടിയിലെ കാഴ്ചകൾ നിങ്ങൾ അടുത്ത എപ്പിസോഡിലാണ് കാണുക. അവിടുത്തെ കാഴ്ചകൾ കാണാൻ നിങ്ങൾ എന്തായാലും കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിങ്ങളെ അത് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായി. ഞങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു. നിങ്ങൾക്കും അത് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് മിസ് ചെയ്യരുത്. ചൂരൽമല ഉരുൾപൊട്ടലിന് മുൻപ് ഇവിടെ മറ്റൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവശേഷിപ്പുകളുടെ അടുത്തുകൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടെയും പിന്നെ ഒരുപാട് വീടുകളൊക്കെ മണ്ണിനടിയിലായതും ഒക്കെ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനതൊന്നും നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ പിന്നെ ഒരു ടൂറിസം എന്നുള്ള ലെവലിൽ അല്ലെങ്കിൽ നമ്മളൊരു വിനോദയാത്ര എന്നുള്ള ലെവലിലൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത്തരം കാഴ്ചകൾ നമ്മളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ചിത്രീകരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഇതിലെയാണ് നമ്മൾ സൂചിപ്പാറ വാട്ടർഫാൾസ് എന്തൊരു വാട്ടർഫാൾസ് ഈ ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള ഒരു ശ്രമത്തിലാണ്.
ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറി ആ മുകളിലേക്ക് പോകുന്ന വഴി പോയാലാണ് നമ്മളെ വാട്ടർഫാൾ ഉള്ളത്. നേരെ പോയി കഴിഞ്ഞാൽ ചൂരൽമലയാണ്. അപ്പോൾ നമ്മൾ വഴി തെറ്റി കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. നമുക്ക് പെട്ടെന്ന് തൊള്ളായിരംകണ്ടിയിൽ നിന്ന് വിളി വന്നു കേട്ടോ. തൊള്ളായിരംകണ്ടിയിൽ നമ്മളെ വണ്ടി വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വണ്ടി വരുന്നുണ്ട്, വണ്ടി അവിടെ എത്താനായി എന്ന് പറഞ്ഞിട്ട് വിളി വന്നതുകൊണ്ട് നമുക്ക് ആ വാട്ടർഫാൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ തൊള്ളായിരംകണ്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്കൊന്ന് വഴി തെറ്റിയുകൊണ്ട് നമുക്ക് വാട്ടർഫാൾ മിസ്സായി. അത് കുഴപ്പമില്ല, നമ്മളെന്തായാലും നമുക്ക് വേറെ കാഴ്ചകളുണ്ടല്ലോ, മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ടല്ലോ. അപ്പോൾ നേരെ വന്ന് നമ്മൾ തൊള്ളായിരംകണ്ടിയിൽ ഇങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സതീഷ് ചേട്ടൻ്റെ ഒരു പാർക്കിംഗ് ഉണ്ട്. നമ്മുടെ സുഹൃത്ത് കുറച്ച് കാലം മുൻപ് ഇവിടെ വർക്ക് ചെയ്താണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം ഇയാൾക്ക് അറിയാം. അതുകൊണ്ടാണ് സുഹൃത്തിൻ്റെ കൂടെ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വെയിറ്റ് ആൻഡ് സീ. ഹെൽമെറ്റ് വാങ്ങണ്ടല്ലോ, ഹെൽമെറ്റ് ഇടുന്നില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ജോലി ഉണ്ടോ ചോദിച്ചു.